ഹോളിവുഡിൽ ഒരു യൂണിവേഴ്സിനുള്ള എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഇതാണ്. വൃത്തിയുള്ള ഒരു ഫാന്റസി ആക്ഷൻ മൂവി. അതാണ് സംവിധായകൻ ഡൊമിനിക് അരുൺ മലയാളികൾക്ക് ഓണ സമ്മാനമായി ഒരുക്കിയിരിക്കുന്നത്. 3 സുഹൃത്തുക്കൾ താമസിക്കുന്ന ഒരു ഫ്ളാറ്റിന് അയൽപക്കത്ത് ഒരു യുവതി താമസത്തിനെത്തുന്നതും പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ലോകയുടെ ഇതിവൃത്തം. ലോകയുടെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് പുതുമകളൊന്നും പറയാനില്ലാത്ത കഥ തന്നെയാണ് ലോകയുടേത്. പക്ഷേ അതിനെ സംവിധായകൻ വിഷ്വലി ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി, അവിടെയാണ് ലോകയുടെ ക്വാളിറ്റി കാണാനാവുന്നത്. മേക്കിങ്ങിലൂടെ മറ്റൊരു ലോകം തന്നെയാണ് സംവിധായകൻ പ്രേക്ഷകർക്കായി തുറന്നു വച്ചിരിക്കുന്നത്. ഇക്കാലം മുതലേ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെയുള്ള ഒരു കഥയെ അല്ലെങ്കിൽ കഥാപാത്രത്തെ ആധുനിക കാലത്ത് പ്ലസ് ചെയ്ത് അതിഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് സംവിധായകനിവിടെ. സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്ന കഥാപാത്രമായെത്തുന്നത് നസ്ലിനാണ്. നസ്ലിൻ, ചന്തു സെലിംകുമാർ, അരുൺ കുര്യൻ, വിജയരാഘവൻ, ശരത് സഭ, സാൻഡി മാസ്റ്റർ തുടങ്ങിയവരെല്ലാം അവരവരുടെ ഭാഗം മികച്ചതാക്കി. സാൻഡി മാസ്റ്റർ ഒക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് സർപ്രൈസ് കാസ്റ്റിംഗിന്റെ ഒരു അയ്യേറ് കളി തന്നെ പടത്തിലുണ്ട് എന്നതാണ്. അത് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി അനാവശ്യമായി ഒന്നും തന്നെ ചന്ദ്രയിൽ സംവിധായകൻ തിരികെ കയറ്റിയിട്ടില്ല. അതിപ്പോൾ കഥയിലായാലും കഥാപാത്രങ്ങളിലായാലും അങ്ങനെ തന്നെ. ശാന്തി ബാലചന്ദ്രനും ഡൊമിനിക് അരുണും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ടൈൽ, തരം, ഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡൊമിനിക് ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ലോക. ഒരിടത്ത് പോലും ഒരു ബോറടിയോ വെറുപ്പിക്കലോ ഒന്നുമില്ലാതെ ആദ്യാവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രം കൂടിയാണ് ലോക. ഒരു യൂണിവേഴ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നതിനപ്പുറം ഒരു വൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൂടിയാണ് ലോക സമ്മാനിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് സിനിമയുടെ ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. ക്യാമറ, VFX, ആക്ഷൻ, പശ്ചാത്തല സംഗീതം, കളറിംഗ് എന്നുവേണ്ട സകലതും ഒരു രക്ഷയുമില്ലാത്ത വിധമാണ് ചെയ്തിരിക്കുന്നത്. നിമിഷ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ ഓരോ ഫ്രെയിമും അതുപോലെ ക്ലോസപ്പ് ഷോട്ടുകളുമൊക്കെ ഗംഭീരമായാണ് നിമിഷ് പകർത്തിയിരിക്കുന്നത്. കല്യാണിയുടെ ആക്ഷൻ സീനുകളും കയ്യടി അർഹിക്കുന്നുണ്ട്. ഒരു സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം താൻ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് കല്യാണി പറഞ്ഞിരുന്നു. ശരിക്കും ആക്ഷൻ സീനുകൾ ചെയ്യാനായി നന്നായി എഫേർട്ടിട്ടുണ്ട് കല്യാണി എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ജെയ്ക്സ് ബിജോയാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കഥയോടും കഥാസന്ദർഭങ്ങളോടും ഇഴുകിച്ചേർന്ന് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും വർക്ക് ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കോയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. എഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ നിന്നൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് വരുന്നതിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഓണത്തിന് അടിച്ചു പൊളിക്കാൻ കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാം.